നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടി നമ്മൾ അന്വേഷിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രം നരകമോചനമില്ല. ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ, കാരണങ്ങളിൽ ഒന്ന് ഇഖ്ലാസ് ഉണ്ടാവലാണ്, തൗഹീദ് ഉണ്ടാവലാണ്. ആദ്യം വേണ്ടത് ഇഖ്ലാസ് ഉണ്ടാവലാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കലാണ് നരകമോചനത്തിന്റെ മാർഗം. ഹദീസിൽ നബി പറഞ്ഞ വാക്ക്, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഒരാൾക്കും പൂർണ്ണമായ പ്രതിഫലം കൊടുക്കൂല. യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരാൾക്കും, പടച്ചോന്റെ കൂലി പ്രതീക്ഷിച്ച് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആൾക്കല്ലാതെ പ്രതിഫലം കിട്ടൂല. ഇല്ലാ ഹറമല്ലാഹു അലൈഹിന്നാർ, അവനിൽ നിന്ന് നരകം നിഷിദ്ധമാക്കും. നരകത്ത് പോകാതിരിക്കാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ നമുക്കുണ്ടോ നോക്കിയാൽ മതി. എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണോ? ഞാൻ ഇഖ്ലാസോടെയാണോ ജീവിക്കുന്നത്? കേവലം ഒരു പേരിനായി ഒരു മുസ്ലിമായി എല്ലാവരും ജുമഅക്ക് പോകുന്നു, നമ്മൾ മാറി നിൽക്കണില്ല, നമ്മളും വരുന്നു. എല്ലാവരും പള്ളിയിൽ പോകുന്നു, ഞാനും അങ്ങനെ ഒരു പള്ളിയിൽ പോകുന്ന ഒരാളാണ്. സുഹൃത്തുക്കളെ, കേവല മുസ്ലിമാണോ നമ്മൾ? ഇഖ്ലാസുള്ള മുസ്ലിമാണോ? പരിശോധിച്ചോളൂ. പിന്നെ പറഞ്ഞതാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. 70 വർഷക്കാലം നരകത്തിൽ നിന്ന് ദൂരേക്ക് മാറ്റുന്ന ഇബാദത്താണ് നോമ്പ്. നമ്മൾ അത്തരം ഇബാദത്തിൽ ഇപ്പൊ സജ്ജരാണ്. അതുപോലെ നബി തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് പറ്റുമോ? ഒന്നാമത്തെ തക്ബീറിൽ ഇമാമ് കൈകെട്ടുമ്പോ നമ്മൾ അവിടെ ഉണ്ടാവുക. നമ്മൾ ജുമുഅക്ക് എപ്പോഴാ വന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ സഫിൽ സ്ഥാനം കിട്ടാത്തത്? എത്ര ആഴ്ചകളായി മുകളിൽ പോകുന്ന ആളുകൾ മുകളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കെന്നെങ്കിലും ഒരു ദിവസം ആദ്യത്തിലെത്തണമെന്നെന്താ ചിന്തിക്കാത്തത്? ഞാൻ എന്നും മുകളിൽ ഇരിക്കേണ്ടവനാണോ? സഹോദരങ്ങളെ ചിന്തിക്കുകയും, ഒന്നാമത്തെ റക്അത്തിൽ നമസ്കാരത്തിൽ എത്തിപ്പെടുന്ന 40 ദിവസത്തെ നമസ്കാരം നിനക്കുണ്ടോ? കുത്തിബത്ത് ലഹു ബറാഅത്താൻ, നിനക്ക് 2 സുരക്ഷ കിട്ടും. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോ അവിടെ പള്ളിയിൽ നമ്മൾ ഉണ്ടെങ്കിലേ നിനക്ക് 2 സുരക്ഷയാണ്. എത്ര ആളുകളുണ്ട് ഇമാമ് സലാം കിട്ടിയിട്ട് പോലും പള്ളിയിൽ വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. അവന്റെ സൗകര്യം, അവന്റെ കട, അവന്റെ ഷോപ്പ്, അവന്റെ വണ്ടി, അവന്റെ ജോലി തിരക്ക്, അതൊക്കെ കഴിഞ്ഞിട്ടേ പള്ളിയുള്ളൂ. എന്തുണ്ട് കാര്യം? കുത്തിബലഹു ബറാഅതാനി, 2 സുരക്ഷയാണ് അവൻ അല്ലാഹു കൊടുക്കുന്നത്. ബറാഅത്തും മിനന്നാർ, ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം. ഇത് വേണോ? ഈ പണി ചെയ്യണം. വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. മനസ്സിൽ ഇങ്ങനെ ഒരു കാപട്യത്തിന്റെ ത്വര, സ്വഭാവത്തിലും സംസാരത്തിലൊക്കെ ഇസ്ലാമിന്റെ കോലവും മനസ്സിന്റെ ഉള്ളിൽ മറ്റു ചില ചിന്തകളുമായി കടന്നു വരുന്നുണ്ടോ? മോചനം ലഭിക്കാനുള്ള മാർഗം സുന്നത്ത് നമസ്കാരങ്ങളിലുള്ള കൃത്യമായ നിലപാട് നമുക്കുണ്ടോ? നരകത്തിൽ രക്ഷപ്പെടാം. മൻ സ്വല്ലാ ഖബ്ല ളുഹ്രി 4, ഒരു മനുഷ്യൻ ളുഹർ നമസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചു. വബഅദഹാ 4, ളുഹറിന്റെ ശേഷം അയാൾ 4 റക്അത്ത് നമസ്കരിച്ചു. മൊത്തം 12 റക്അത്ത്. ളുഹറിന്റെ മുമ്പ് 4, ളുഹർ 4, ളുഹറിന്റെ ശേഷം 4. ഫർദിന്റെ കാര്യം ഇവിടെ സംസാരമില്ല. ഈ സുന്നത്തായ 4 നമസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, ആ വ്യക്തിക്ക് നരകം നിഷിദ്ധമാക്കപ്പെടും. നമ്മളൊക്കെ ളുഹറിന്റെ മുമ്പ് 2 ഉള്ളൂ, ളുഹറിന് ശേഷവും അധികവും 2 നിർവഹിക്കുന്നവർ. യാത്രക്കാരുടെ കാര്യത്തിൽ അവർക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ ബാധകമല്ല. അല്ലാത്തിടത്തോളം കാലം ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തിനാ പ്രിയപ്പെട്ടവരെ? ഹറമഹു അല്ലാഹു അലന്നാർ, നരകം ആ വ്യക്തിക്ക് നിഷിദ്ധമാക്കുകയാണ്. ഇങ്ങനത്തെ വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. എന്നിട്ട് വേണം നമുക്ക് റബ്ബിനോട് നരകമോചനത്തിന് ചോദിക്കാൻ. വൽബുകാ, അല്ലാഹനെ ഓർത്ത് കരയുന്ന മനസ്സുണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയതാ.
മക്കൾക്ക് അസുഖം ബാധിച്ചു, വിങ്ങി പൊട്ടൂലേ നമ്മൾ? പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ ജനാസ വീട്ടിലങ്ങ് കൊണ്ടുവന്ന് വെച്ചപ്പോ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ വിങ്ങലോടെ പൊട്ടിക്കരഞ്ഞവരാണ്. ജീവിതത്തിന്റെ പലതരം പ്രതിസന്ധി കടന്നു വന്നപ്പോ അറിയാതെ കണ്ണീര് പൊഴിച്ചവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തുള്ളി കണ്ണുനീരുണ്ട്. അത് നമുക്ക് വന്നിട്ടുണ്ടോ? ഒരു മനുഷ്യനെ നരകം സ്പർശിക്കൂല. അല്ലാഹനെ കുറിച്ചോർത്ത് കരഞ്ഞിട്ടുള്ള മനുഷ്യൻ. 10-20 ദിവസമായി നമ്മൾ രാത്രി സ്കരിക്കണു. എത്ര ആയത്ത് നമ്മളെ കരയിപ്പിച്ചു. ഇരിക്കാൻ പോവുകയാണ്. എത്ര സമയം ഒറ്റക്കിരുന്ന് നമ്മൾ കരഞ്ഞു. അള്ളാനെയോർത്ത്, പരലോകത്തെയോർത്ത്, നരകത്തെയോർത്ത്, നാളെ റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്ക് നിൽക്കേണ്ടുന്ന ദയനീയമായ രംഗത്തെ കുറിച്ചോർത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു വിങ്ങിപ്പൊട്ടലുണ്ടായിട്ടുണ്ടോ? ലാ യലിജന്നാർ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹനെ കുറിച്ചോർത്ത് കരയുന്ന കണ്ണുകളുണ്ടോ? അവനാണ് അല്ലാഹു തആല നരകം തടയപ്പെടുകയാ. എത്രത്തോളം ഗ്യാരണ്ടിയാണ്? ഹത്താ യഊദൽ ലബനു ഫിൽ ദർഇ. കറന്നെടുത്ത പാല് അതിന്റെ അകിട്ടിലേക്ക് തിരിച്ചു കയറുന്നത് വരെ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കൂല. പറ്റുമോ? കറന്നെടുത്ത പാല് തിരിച്ചകട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അതുപോലെ ഇവൻ നരകത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന്. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹ് വദുഖാനു ജഹന്നം. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പൊടി പുരണ്ട അവനാണെങ്കിൽ നരകത്തിന്റെ പുക അവനിൽ ഒരുമിക്കില്ല. ദുനിയാവിൽ അള്ളാന്റെ മാർഗത്തിൽ നമ്മുടെ ശരീരത്തിൽ, വസ്ത്രത്തിൽ പൊടി പുരണ്ടിട്ടുണ്ടെങ്കിൽ പരലോകത്ത് നരകത്തിന്റെ പുക അവനിൽ ബാധിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.